ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാംസിനെ പറ്റിയാണ്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാംസ് അല്ലേ. അപ്പോൾ UPSC പല ഗ്ലാമർ പോസ്റ്റുകളും വരുന്നത് UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിൻ്റെ അണ്ടറിലാണ് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആർക്കും UPSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് IB എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫൻസ് എക്സാംസ് ഉണ്ട്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് എക്സാമിലേക്ക് വരുവാണെങ്കിൽ അത് റെയിൽവേ ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി തുറന്ന് തരുന്ന എക്സാമാണ് റെയിൽവേ എക്സാം. ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നതാണ്, ഒരുപാട് പേര് ജോലിക്ക് കയറുന്നതാണ് റെയിൽവേ എക്സാംസ്. അപ്പോൾ റെയിൽവേ എക്സാമിൻ്റെ കേസിലേക്ക് നമ്മൾ വരുവാണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ +2 ലെവൽ എക്സാംസ് ഉണ്ട്, 10th ലെവൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് അവസരങ്ങൾ എപ്പോഴൊക്കെയാണോ വരുന്നത് കൃത്യസമയത്ത് അത് അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി സിലബസ് മനസ്സിലാക്കി ഒരു നല്ലൊരു പഠനമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റെയിൽവേ എക്സാം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് SSC ആണ്. SSC നമുക്കറിയാം ഡിഗ്രി ലെവലും ഉണ്ട്, അതുപോലെ തന്നെ +2 ലെവൽ. CGL എന്ന് പറയുന്നത് CGL എന്ന് പറയുന്ന സമയത്ത് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കാണ് CGL എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. CHSL എന്ന് പറയുമ്പോൾ ഹയർ സെക്കൻഡറി ആണ്. +2 ലെവൽ ക്വാളിഫിക്കേഷൻ, +2 ലെവൽ എക്സാം ആണ്. +2 ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് CHSLന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാങ്കിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ബാങ്ക് PO അതുപോലെ തന്നെ ബാങ്ക് ക്ലർക്ക് പോസ്റ്റുകളുണ്ട്. ഡിഗ്രിയാണ് രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ പഠിക്കാൻ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അക്യൂറസിയും അതുപോലെ സ്പീഡും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടാൻ വളരെ സാധ്യതയുള്ള എക്സാംസാണ് ബാങ്ക് PO അതുപോലെ തന്നെ ബാങ്ക് ക്ലർക്ക്. ഇനി നമ്മൾ നോക്കുന്നത് കേരള PSC അല്ലെ, സ്റ്റേറ്റ് PSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അണ്ടറിലാണെങ്കിലും ധാരാളം എക്സാംസ് നമുക്ക് അവൈലബിൾ ആണ്. 7th ആണെങ്കിലും 10th ആണെങ്കിലും +2 ആണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി ആണെങ്കിലും ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നമുക്ക് മുന്നിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കൃത്യമായിട്ട് നമുക്ക് എപ്പോഴാണ് എക്സാം, നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ അറിയണം, അതുപോലെ തന്നെ എപ്പോഴാണ് എക്സാംസ് വരുന്നത് ഏകദേശം നമുക്ക് ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ എക്സാമിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ കൃത്യമായിട്ടുള്ളൊരു പഠനമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് കേരള PSC. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, എപ്പോഴാണ് എക്സാം വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, സിലബസ് അനുസരിച്ച് ഒരു കൃത്യമായിട്ടുള്ളൊരു പഠനമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കേരള PSC നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനെ പറ്റിയും കേരള PSC മാത്രമല്ല നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ADA 247 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ജോബ് അലേർട്സ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ജോബിനെ പറ്റി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ്. കേരള PSC ആണെങ്കിലും SSC, റെയിൽവേ, ബാങ്ക്, അങ്ങനെ ഒരുപാട് LP UP ഒരുപാട് എക്സാംസിൻ്റെ കോഴ്സ് നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ LDC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫെയറിനൊരു സ്പെഷ്യൽ കോഴ്സ് ആവശ്യമുണ്ട്, അതിൽ കൂടുതൽ ഫുൾ മാർക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിൽ തന്നെ അതിൻ്റെ കോഴ്സും അവൈലബിൾ ആണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ആപ്പ് നമ്മുടെ ADA 247 ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ കേരള PSC എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കറണ്ട് അഫെയർസ് LDC സ്പെഷ്യൽ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൂപ്പൺസ് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അതിലുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. പകരം എന്ത് ചെയ്യണം, Y670 എന്ന കൂപ്പൺ കോഡ് ഇവിടെയാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ജോബ് അലേർട്സ് വേണോ, നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് നമ്മുടെ ADA 247 ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എക്സാമിനോട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ത്രൂ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്